ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? അപ്പോൾ ഇന്ന് ജോലിയുണ്ട്, ജോലിക്ക് പോകാനൊക്കെ ഉണ്ട്, അങ്ങോട്ട് നിൽക്കുകയാണ്. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങളെ കമൻ്റ് ഇടണേ. അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു എന്ന് വെച്ചിട്ട് താമസിച്ചു. 3 മണിയായി. വന്നു, സാധനങ്ങളൊന്നും എടുത്ത് വരെ വെച്ചില്ല, എല്ലാം ഇവിടെ ഇരിക്കുന്നതേ ഉള്ളൂ. കുറച്ച് പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നതായിരുന്നു. പിന്നെ കുഞ്ഞിൻ്റെ ബാഗ് അവിടെ ഇരുന്ന്, അവൻ്റെ ബാഗും അവൻ്റെ കുറച്ച് തുണിയും ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇങ്ങനെ രാവിലെ ഞാൻ ജോലിക്ക് പോയപ്പോൾ അങ്ങ് കൊണ്ടുപോയിട്ട് അതിങ്ങ് കൊണ്ടുവന്നു. അപ്പോൾ അവനിവിടെ ജോലിക്ക് പോകുമ്പം ബാഗ് വേണമല്ലോ. പിന്നെ ആ ചെറുക്കൻ വന്നിട്ടേ അവനിനി തിരുവല്ലയ്ക്ക് പോകത്തുള്ളൂ. അപ്പം അതുകൊണ്ട് അങ്ങനെ കൊണ്ടുവന്നു. പിന്നെ കഥ തുറന്നതേ ഉള്ളൂ, വീട്ടിലോട്ട് കയറിയില്ല. ഇനി മുറ്റമൊക്കെ തൂത്ത് വാരിയിടണം. ചിലപ്പോൾ മൂത്ത മോൻ ജോലിക്ക് പോയില്ല, കൈ വയ്യാത്തോണ്ട് പോയില്ല. അപ്പോൾ ചിലപ്പോൾ അവൻ ഇപ്പം ഇങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങ് വരും. വന്നിട്ട് ഒരു വൈകിട്ട് പോകത്തുള്ളെന്ന് തോന്നുന്നു. ഇപ്പോൾ ഉണക്കായതുകൊണ്ട് അവിടെ വെള്ളത്തിനും കുറവാണേ. വെള്ളമുണ്ട്, ഇവിടെ വയലല്ലേ, ഇഷ്ടംപോലെ വെള്ളം ഉണ്ടല്ലോ. നമ്മുടെ വെള്ളം വറ്റും നല്ല ഉണക്കൊക്കെ ആകുമ്പോൾ. ആഴം കുറവാണ് കിണറിന്, അതുകൊണ്ട്. അപ്പോൾ അവരിവിടെ വന്ന് കുളിയും നനയെല്ലാം കഴിഞ്ഞിട്ട് അവർ പോകത്തുള്ളൂ. അപ്പോൾ അവർ പണിയില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ അവർ അവനും ഇങ്ങ് വരുമെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചപ്പോൾ. അപ്പോൾ അവർ വരുവാണെങ്കിൽ അവരെ ഏൽപ്പിച്ചിട്ട് അങ്ങോട്ട് പോവാം. നീ അരിച്ചിങ്ങനെ ഇരിക്കുക. എൻ്റെ മാമ്പൂ മൊത്തം കൊത്തിക്കളയും കിളികൾ. 1 2 3 4 പേരുടെ പറയുന്ന 8 മൂട് മാവുണ്ട് നമുക്ക് കേട്ടോ. 8 മൂട് മാവ്. 8 മൂടിലും ഓരോരോ തരത്തിലുള്ള മാങ്ങായ, പഴുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നേരത്തെ നമ്മളിവിടെ വസ്തുവൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞപ്പം അവിടെ മേളിലായിരുന്നു അന്നേരം വീട് വെച്ചിരുന്നത്. അവിടെ ആയിരുന്നു വീട് വെച്ചിരുന്നത്. അപ്പോൾ അവിടെ ചെറിയ ഷെഡായിരുന്നു. പിന്നെ അന്നേരം ഞങ്ങൾ മാങ്ങയൊക്കെ വാങ്ങിച്ചിട്ട് തന്നെ തിന്നിട്ട് ഇങ്ങോട്ടൊക്കെ പറക്കി എറിഞ്ഞിരുന്നതൊക്കെ അങ്ങ് കിളിച്ച് കുറേ ഉണ്ടായിരുന്നു. പിന്നെ പെര വെക്കാൻ നേരത്ത് കുറച്ചങ്ങ് പിഴുത് കളഞ്ഞു. പിന്നെ പിഴുത് കളയാതെ നിർത്തിയിരുന്നതാണ് ഇതത്രേ. പിന്നെ അതങ്ങനെ അങ്ങ് വലുതായി, പിന്നെ കളഞ്ഞു. എന്നിട്ട് 2 മൂട് മാവ് ഞങ്ങൾ വെട്ടിക്കളഞ്ഞു, ഇച്ചിരി വലുതായത് തന്നെ. അന്നത്തെ മാങ്ങ കൊള്ളത്തില്ല, പുഴുവാവുക. പിന്നെ അങ്ങ് എല്ലാം കൂടെ ആയാലും കാട് പോലെ ആവുമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ. അത് തോടിനോട് ചേർന്നായിരുന്നു, അതുകൊണ്ട് അങ്ങ് വെട്ടിക്കളഞ്ഞ്. അങ്ങോട്ടൊക്കെ ഇടിഞ്ഞാലോ എന്ന് വിചാരിച്ച്. അല്ലേ 10 മൂട് മാവ് കണ്ടതന്നെയായിരുന്നു. ഇനി മാങ്ങ പഴുക്കുമ്പോൾ പറിച്ചൊക്കെ ഞാൻ പച്ചയായിട്ടിരിക്കുമ്പോൾ ഒരുവിധം വിളഞ്ഞതൊക്കെ പറിച്ച് കുടുംബശ്രീയിൽ ഇങ്ങനെ കൂട്ടുകാർക്കൊക്കെ കൊടുക്കും. പിന്നെ പൊഴിഞ്ഞ് വീഴുന്ന പൊഴിഞ്ഞ് വീഴുന്ന മാങ്ങയും ഒക്കെ പറക്കി കുടുംബശ്രീയിലെ ചേച്ചിമാർക്ക് കൊടുക്കും. എല്ലാം കൂടെ എത്രന്നേലും നമ്മൾ കഴിക്കാനാ, അങ്ങനെ കൊണ്ടുപോകും. പൈസയ്ക്കൊന്നും ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല കേട്ടോ. എല്ലാം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങ് പോകും. ഇപ്പോൾ പച്ചമാങ്ങായും ഒക്കെ അച്ചാറിടാനൊക്കെ ഓരോരുത്തർക്കൊക്കെ അങ്ങ് കൊടുക്കും പറിച്ച് വിളയുമ്പം. പിന്നെ ഈ കിണറിൻ്റെ അടുത്തൊരു മാവ് നിൽപ്പുണ്ട്. അതിലെ മാങ്ങ മാത്രം ഞങ്ങൾ പച്ച പറിക്കത്തില്ല, കാരണം അത് പഴുത്താൽ നല്ല ടേസ്റ്റാണ്. അതിലെ പിന്നെ ഇപ്പുറത്ത് നിൽക്കുന്നൊരു മാവുണ്ട്, ആ 2 മാവിലെ മാങ്ങ ഞങ്ങൾ പച്ച പറിക്കത്തതേ ഇല്ല. അത് പഴുത്ത് നല്ല ടേസ്റ്റാണ്. ഇത് കിണറിൻ്റെ അവിടെ നിൽക്കുന്ന മാവിലാണെങ്കിൽ നല്ല മധുരമാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പിന്നെ ഇപ്പുറത്തെ ആ മാവെന്ന് പറഞ്ഞത് ആ കെട്ടിൻ്റെ അവിടെ ഉള്ളൊരു മാവാണെങ്കിൽ ഞാൻ കാണിക്കുന്ന മാവിലെ മാങ്ങയാണെങ്കിൽ ഞങ്ങൾ നല്ലതാണ്, പഴുത്ത നല്ല ടേസ്റ്റാണ്. അത് ഞങ്ങൾ പച്ചയ്ക്ക് പറിക്കത്തില്ല. ആ നിൽക്കുന്ന മാവ് അതിലെ മാങ്ങായി ഞങ്ങൾ പച്ച പറിക്കത്തില്ല, അത് നല്ലത്. അത് പഴുക്കുമ്പം അതിൻ്റെ പുറം ഭാഗം പച്ചച്ച് തന്നെ ഇരിക്കും, പക്ഷേ അതിനകം നല്ല ഓറഞ്ച് കളറിലെ മാങ്ങായ നല്ല ടേസ്റ്റാണ് അതിന്. അത് ഞങ്ങൾ പച്ചയ്ക്ക് പറിക്കത്തില്ല. പിന്നെ ഈ മാവേലയാണെങ്കിൽ ഭയങ്കര പുളിയാണ് കേട്ടോ. അതങ്ങ് കൊലകൊലയായിട്ടുണ്ടാകും മാങ്ങ, കൊലകൊലയായിട്ടും ഒത്തിരി ഉണ്ടാകും. പക്ഷേ ഭയങ്കര പുളിയാണ്, പഴുത്താലും അങ്ങ് പുളിയാണ്. അത് ഞങ്ങൾ ഒന്നിനും എടുക്കത്തില്ല, തിന്നാനും എടുക്കത്തില്ല. അതൊക്കെ കിടന്ന് കിളികൾ കൊത്തി തിന്നത്തേയുള്ളൂ, വിളഞ്ഞതിങ്ങനെ വീണ് അങ്ങ് പോവും. പിന്നെ ഈ മാവ് നമ്മുടെ നാടൻ മാവിൻ്റെയാണ്, വെള്ളം മൂവാണ്ട മാവ്. അത് നല്ലതാണ്. അത് പക്ഷേ കൊച്ചു മാവാണെങ്കിലും അതിനത്തിലും ഉണ്ടാവും, അത് കുറച്ചേ ഉണ്ടാവത്തുള്ളൂ. പിന്നെ പെരയുടെ പുറ സൈഡിലാണ് കേട്ടോ. ഇനി ഒത്തിരി മാങ്ങാപ്പഴം ഉണ്ടാകുമെന്ന് പറഞ്ഞ് മാവിൻ്റെ ഇട പൂത്തിക്കുന്നുണ്ട്. ഇവിടെ ഉണ്ട് 2 കമ്പുണ്ടായിരുന്നു, അതേ നല്ലപോലെ പൂക്കുന്നതായിരുന്നു. ആ ചെറുക്കൻ അത് വെട്ടിക്കളഞ്ഞ് 2 കമ്പ് ഇവിടോട്ടുള്ള കാണാൻ പറ്റുന്നുണ്ടോ? വെട്ടിക്കളഞ്ഞ കമ്പ് കണ്ടോ?
ആ ചെറുക്കൻ വെട്ടിക്കളഞ്ഞത്. അഹങ്കാരം പിടിച്ച ചെറുക്കൻ. ഈ കമ്പും അതിനകത്തൊക്കെ ഇഷ്ടം പോലെ മാങ്ങ ഉണ്ടാകുന്നതായിരുന്നു. ഇതിനകത്തൊക്കെ നല്ലപോലെ പൂത്ത് നിൽപ്പുണ്ട്. അപ്പുറത്തൊക്കെ പൂത്ത് നിൽപ്പുണ്ട്. അവിടെ കിടന്ന പാക്കെല്ലാം പറക്കി ഇങ്ങോട്ട് കൊണ്ടിട്ട് അവളത് പറക്കിക്കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി. അവിടെ ഭയങ്കര കളിയാണ്. പാക്കിട്ട് കടിച്ച് പറിച്ച് കളഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പുറത്തോട്ട് പറക്കി ഇട്ടതാണ് അവിടെയൊക്കെ കിടന്നതല്ല. അപ്പുറത്ത് 2 മാങ്ങയുണ്ട്. അതും വിളഞ്ഞൊക്കെ വരുമ്പോൾ ഒരുമാതിരി പുഴുവൊക്കെ ആവും. അപ്പം ഞാൻ പഴുക്കുമ്പോഴത്തേക്ക് അപ്പോൾ അത് വിളഞ്ഞൊക്കെ വരുമ്പോഴത്തേക്ക് ഞാനത് പറിച്ച് കുടുംബശ്രീയിലെ ചേച്ചിമാർക്കൊക്കെ കൊണ്ടു കൊടുക്കും. പിന്നെ തോടിനടുത്ത് നമ്മൾ ഊഞ്ഞാലിട്ടേക്കുന്ന മാങ്ങയാണ്. വലിയ മാങ്ങയാണ്. വലിയ മാങ്ങ എന്ന് പറഞ്ഞാൽ വലിയ മാങ്ങയാണ്. അതും പഴുത്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ്. പക്ഷെ അതും ഒരുവിധമൊക്കെ ഞാൻ പറിച്ച് ഒത്തിരി ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാം കൂടെ നമുക്ക് എന്തിനാണ്. അപ്പം അതും കുറേയൊക്കെ പറിച്ച് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാൻ കൊടുക്കും. അതിലേയും പഴുത്ത് വീഴുമ്പോൾ നല്ലതാണ്. പക്ഷെ അതങ്ങനെ പഴുക്കാൻ ഞാൻ നിർത്തത്തില്ല. പക്ഷെ അതിന് മുമ്പേ പറിച്ചെടുക്കും. അത് നല്ല ടേസ്റ്റാണ്. അങ്ങനെ പിന്നെ വേറെ എന്താ, അങ്ങനെ നാടൻ മാവും ഉണ്ട്. അതും പഴുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പഴുത്ത് മാങ്ങ. അങ്ങനെ അവിടെ 4 മാവ്, ഇവിടെ 4 മാവ്, 8 മാവ്. പിന്നെ ഈ കിണറിന് അവിടെ നിൽക്കുന്ന മാവെന്ന് പറഞ്ഞില്ലേ, എപ്പോഴും നല്ല മാമ്പഴമാണെന്ന് പറഞ്ഞ്, നല്ല മധുരമുള്ള മാമ്പഴം. അതാണെങ്കിൽ പക്ഷേ ഈ കൊല്ലം ഇപ്പോൾ പൂത്തേ, ഇനി അടുത്ത കൊല്ലം പൂക്കത്തില്ല. പിന്നെ അത് കഴിഞ്ഞുള്ള അപ്പോൾ ഒരേ കൊല്ലം ഇടവിട്ട് അത് പൂക്കുന്നത്. ബാക്കിയുള്ള മാവിലെല്ലാം എല്ലാ കൊല്ലവും പൂക്കും. ഈ മാവ് മാത്രം അങ്ങനെ. പക്ഷെ നല്ല മാങ്ങ, നല്ല ടേസ്റ്റാണ്. ഞാനന്നേ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മാങ്ങയൊന്നും അങ്ങനെ തിന്നത്തില്ല. എനിക്ക് അങ്ങനെ ഇഷ്ടമില്ല. പക്ഷേ നമ്മുടെ ഈ മാവിലെ മാങ്ങ വീണ് കഴിഞ്ഞാൽ ഇതിലെ കൂടുതലും ഞാനതാണ് കഴിക്കുന്നത്. പഴുത്ത് മുറ്റത്തെല്ലാം വീണ് കിടക്കും രാവിലെ എണീക്കുമ്പോഴത്തേക്ക്. അത് കൂടുതലും മാങ്ങ ഞാനത് തരുന്നത്. എത്ര തിന്നാലും മതി. അത് കഴിഞ്ഞ് പിള്ളേരെന്നെ പറയും, അമ്മ ഇങ്ങനെ തിന്നാമെന്ന് പറഞ്ഞാൽ എൻ്റെ പറയും. കേൾക്കത്തില്ല. കൂട്ടുകാരെ അവൾ വന്ന് അടുത്ത പാക്കും എടുത്തുകൊണ്ട് പോയി കേട്ടോ. അതവിടെ അവിടെ ഇട്ട് ആ ചെടിക്കകത്താണ് കൊണ്ടിടുന്നത്. കണ്ടോ ആ ചെടിക്കകത്ത് കിടക്കുന്നത് കണ്ടോ. അവിടെ ഞാൻ കുറേ ചെടികൾ നട്ടു. അതിനകത്തിൽ അവൾ ഉരുണ്ട് കളിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കിടന്നൊരു പഴുത്ത പാക്ക അത് ആ പെണ്ണെടുത്തുകൊണ്ട് പോയി. അങ്ങനെ ഒരു നാശം കാണിക്കും പെങ്കൊച്ചങ്ങ്. എൻ്റെ ചട്ടമ്പി വന്നിരിക്കുന്നത് കണ്ടോ. ഇച്ചിരി ഉജാലയുള്ളത് മൊത്തം കുത്തി കലക്കി പായസം വെക്കുക. ഇങ്ങോട്ട് നോക്കിയേ, ഈ പണ്ടപ്പല്ല് കാണിക്കാതെ. അയ്യോ, കണ്ടോ ഒരു മാവ്, നമ്മുടെ ഊഞ്ഞാല് കിടക്കുന്നിടത്തെ മാവ്. ഇതൊരു മാവ്, പിന്നെ ഇതൊരു മാവ്. കണ്ടോ കൂട്ടുകാരെ, ഇതൊരു മാവ്, ഇതൊരു മാവ്. പിടി കൂട്ടുകാരെ, എന്തൊക്കെയോ പറയണമെന്ന് പറഞ്ഞാൽ ഫോൺ എടുക്കുന്നത്. ഫോൺ ഓണായി കഴിയുമ്പോൾ എല്ലാം അങ്ങ് മറന്നു പോവുക. ഇപ്പോൾ വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് അവിടെ കുറച്ച് ജോലി ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞു. പിന്നെ 4:30 ആയപ്പം കുഞ്ഞിനെ ഇങ്ങ് കൊണ്ടുവന്ന് എൻ്റെ അടുത്താക്കിയിട്ട് അവൻ കടയിൽ പോയി. കുറച്ച് കഴിഞ്ഞ് പിന്നെ 5 മണി 5:30 ആയപ്പോഴത്തേക്കും മരുമോളും വന്നു. പിന്നെ അവരവിടെ ഇരിക്കുന്ന കണ്ടിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പോരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ചേട്ടൻ ഇന്ന് ഇത്ര താമസിച്ചേ വരത്തുള്ളെന്ന് പറഞ്ഞ് പിന്നെ മോളെയും കൊണ്ട് പിന്നെ നൈറ്റിന് കൊണ്ടുവിടാൻ ഞങ്ങൾ ബസ്സിന് പോയി. പിന്നെ മോളെ അവിടെ കൊണ്ടുവന്ന് അവിടെ ചെന്നപ്പോഴേ ചേട്ടൻ വന്നു. പിന്നെ മോളെ അവിടെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കയറ്റി വിട്ടിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് തട്ടുകടയിൽ കയറി ദോശ കഴിച്ചു. പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇങ്ങനെ പോന്നു. വേറൊരു കൂട്ടം കാണിക്കാം കേട്ടോ. അവിടെ ഭയങ്കര സ്നേഹപ്രകടനങ്ങളാണ് കൂട്ടുകാരെ. അവളെ കെട്ടഴിച്ച് വിട്ടേക്കുക. പൊന്നി അമ്മയുടെ മോനെ, ഇൻ്റെ വടി അമ്മയുടെ കയ്യിൽ എന്തു വടി മണപ്പിച്ചിന്നെ നീയേ? എന്തു വടി നീ മണപ്പിച്ചിന്നെ? കൊച്ചെന്തിയേ? മണിയുടെ കിലുക്കമൊക്കെ എന്തുവാണ് അതിൻ്റെ? പൂച്ചക്കാരി മണി കെട്ടും. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങനെ കയറിച്ചിരിക്കാതെ ഇങ്ങോട്ട് കോക്കടി പെണ്ണേ. തപ്പുമോനെ ചെറുക്കനാച്ചാ ഞങ്ങളുടെ തപ്പുമോൻ കേട്ടോ. ഞങ്ങളുടെ കൂടെ കിടന്ന് ഉറങ്ങത്തുള്ളൂ. പേടിച്ച്
സന്ധ്യയായ പിന്നെ അവന് മുറ്റത്തിറങ്ങുന്ന പേടിയാണ്. എന്നാലും എൻ്റെ കുഞ്ഞ് എങ്ങനെ ഇറങ്ങിയാലും എൻ്റെ കുഞ്ഞിനെ വലിയ പൂച്ച വന്ന് കടിക്കും. പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ? പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇന്നില്ല കൂട്ടുകാരെ. ഇങ്ങനെയൊക്കെയുള്ള തിരക്കും കാര്യങ്ങളുമായിട്ടൊക്കെ പോയി. പിന്നെ ഇനി വീട്ടിൽ വന്ന് ഇനി ചോറ് കഴിക്കണം. ചോറ് കഴിക്കുന്നില്ല, ദോശ കഴിച്ചുകൊണ്ട് ചോറ് കഴിക്കുന്നില്ല. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാ കൂട്ടുകാരും കമൻ്റ് അയക്കണം, വിശേഷങ്ങളൊക്കെ പറയണം. പിന്നെ വേറൊരു സന്തോഷമുണ്ട് കേട്ടോ, അത് പറയാൻ മറന്നുപോയി. ഇന്നലെ എന്നെ യൂട്യൂബിലൂടെ പരിചയപ്പെട്ട ഒരു കൊച്ചുണ്ടായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചു, എനിക്ക് നമ്പർ ഇട്ട് തന്നായിരുന്നു. അങ്ങനെ എന്നെ വിളിച്ചു. ഞാൻ അങ്ങോട്ട് വിളിക്കുമായിരുന്നു. എനിക്ക് നമ്പർ ഇട്ടെന്ന് ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പം ആദ്യം ഫോൺ എടുത്തില്ല. പിന്നെ രണ്ടാമത് എന്നെ തിരിച്ച് വിളിച്ച് ഇതുപോലെ ഞങ്ങൾ സംസാരിച്ചു. അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചു. അപ്പം എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ ഇത് ഫോണിനെ കുറിച്ചൊന്നും അങ്ങനെ വലിയ ഇതില്ല. അപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ അതെനിക്ക് നല്ലൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. അത് പറയണമെന്ന് വിചാരിച്ചു, പക്ഷേ ഞാൻ മറന്നു പോവാ. അങ്ങനെ പറഞ്ഞു. അപ്പം എനിക്കാണെങ്കിൽ അവരെ കാണണമെന്നൊക്കെ ഇഷ്ടമുണ്ട്, കൊച്ചിനെയും കുഞ്ഞുങ്ങളെയൊക്കെ. അപ്പോൾ അവരുടെയൊക്കെ വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അത് ഞാൻ അതിനോട് പറഞ്ഞു. അപ്പം വേറെ എന്താ, അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണ്, നമ്മളെ വിളിച്ചതും. അപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ ചേച്ചി വിളിക്കാനെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്കെവിടെ സമയം കിട്ടുന്നില്ലയോ, ഓടി നടക്കുന്നു ഞാൻ. അങ്ങനെ കൊച്ചിനെയും മക്കളെയും ഞാനും അന്വേഷിച്ച് വിവരങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ സമയം കിട്ടുന്നൊരു സമയത്ത് എനിക്ക് അവരെ പോയി ഒന്ന് കാണണം എന്നൊക്കെ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അതൊരു നല്ല സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതെൻ്റെ കൂട്ടുകാരോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ വേറെ എന്താ, ഇതൊക്കെ തന്നെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ബായ് കൂട്ടുകാരേ.